ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയാണ് ഉപ്പുമുളകും. ഉപ്പുമുളകും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വാർത്ത. ബിജു സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമ കേസായിരുന്നു പുറത്തു വന്നത്. ഉപ്പുമുളകും പ്രേക്ഷകർ അന്നു മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയതാണ് ആരാണ് ആ നടി എന്നുള്ളത്. ലച്ചുവാണോ, നീലുവാണോ, അതോ ഈ അടുത്തു വന്ന ഗൗരി ഉണ്ണിമായിയാണോ? ഞാനല്ല അങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നും തനിക്ക് അങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന സത്യം തുറന്നു പറഞ്ഞ് ഗൗരി ഉണ്ണിമായ ലൈവിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നത് ലച്ചുവിനും നീലുവിനുമെതിരെയാണ്. നിങ്ങളിൽ ആരാണ് കേസ് കൊടുത്തത് എന്ന കാര്യം തുറന്നു പറയുക. എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിങ്ങൾ ആരെങ്കിലുമാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് തുറന്നു തന്നെ പുറത്തു പറയുക എന്നത് തന്നെയാണ് ലച്ചുവിൻ്റെയും നീലുവിൻ്റെയും എല്ലാം ഫോട്ടോയ്ക്ക് താഴെയും കമൻറ്റ് ബോക്സിലുമെല്ലാം നിറയുന്ന ചോദ്യങ്ങൾ. അതുമാത്രമല്ല, കുറെ നാളുകളായി ലച്ചു സീരിയലിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അതിനു കാരണം എന്താണ്? ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായതുകൊണ്ടാണോ പരമ്പരയിൽ നിന്നും മാറി നിന്നത് ലച്ചു എന്ന ചോദ്യവുമായി ആരാധകർ വരികയാണ്. ഉപ്പുമുളകിന്റെ സെറ്റിൽ നിന്നും ഇങ്ങനൊരു വാർത്ത ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമേൽ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു പരമ്പരയായിരുന്നു ഉപ്പുമുളകും എന്നുള്ളത്. ഒരു പരിപാടി വന്നാൽ കൂടി ഒരു കുടുംബമായി ഒന്നിച്ചായിരുന്നു ഇവരെല്ലാവരും തന്നെ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു വാർത്ത ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലുവിന്റെ പെരുമാറ്റത്തിലോ സീരിയലിൽ അഭിനയിക്കുന്ന കാഴ്ചപ്പാടിലോ ബാലു അതല്ലെങ്കിൽ ബിജു സോപാനം ഇങ്ങനൊരു വ്യക്തിയാണ് എന്ന കാര്യം തന്നെ ആർക്കും തന്നെ അറിയുകയോ കണ്ടാൽ പറയുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ബിജു സോപാനത്തിന്റെ മുന്നിൽ നിന്നും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നാണ് ഒരുപക്ഷം ആളുകൾ പറയുന്നത്. മറുപക്ഷം ആളുകൾ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയ വഴിയോ അതോ മറ്റെന്തെങ്കിലും വഴിയോ തങ്ങളത് ചെയ്തിട്ടില്ല എന്നും ഇത് വ്യാജ പരാതിയാണ് എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഇറക്കി മുന്നോട്ട് വരേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇവർ ഇനിയും അത് ചെയ്യുന്നില്ല? കേസ് വന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും എല്ലാവരും എന്തിന് മൗനം പാലിക്കുന്നു? ആരാണ് ആ നടി എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു വരികയാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത് എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.